CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടൂർ തൂതപാതയിലെ തുടർച്ചയായ അപകടം. റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധം. മാങ്ങോടിനും കച്ചേരിക്കുന്നിനുമിടയിൽ 2 ആഴ്ചക്കിടെ നഷ്ടമായത് 4 ജീവനുകൾ. മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ റാഗിംഗ്. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി പോലീസ്. ചെർപ്പശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ റാലി VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ തൂതപാതയിലെ തുടർച്ചയായ അപകടം. റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് റോഡ് ഉപരോധിച്ചു. കച്ചേരിക്കുന്നിനും മാങ്ങോടിനും ഇടയിൽ അടുത്തിടെ മാത്രം 4 അപകട മരണങ്ങളാണ് സംഭവിച്ചതെന്നും റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് പ്രധാന കാരണമെന്നും സമരക്കാർ ആരോപിച്ചു. റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക. ദിനംപ്രതിയുള്ള അപകടങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. ദിനംപ്രതിയുള്ള അപകടങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക. അപകടമരണങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കുക. റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക. റോഡിന്റെ അപാകതകൾ കാക്കാത്തോട് പരിസരത്ത് 10 മിനിറ്റോളം റോഡ് ഉപരോധിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന അപകടങ്ങളിൽ നിന്നും നാടിനെ രക്ഷിക്കുക, റോഡിന്റെ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ പ്രക്ഷോഭം. മരണങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കുക. റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക. സുരക്ഷാ മാർഗങ്ങൾ പരിഹരിക്കുക. സംവിധാനങ്ങൾ തയ്യാറാക്കുക. സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കുക. അധികാരികൾ കണ്ണു തുറക്കുക. നിലവിൽ കച്ചേരിക്കുന്ന് പള്ളി പരിസരം 26 ഇറക്കം എന്നിവിടങ്ങൾ സ്ഥിരം അപകട കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിൽ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി കൊണ്ട് നമുക്കറിയാം കച്ചേരിക്കുന്ന് പള്ളി പരിസരത്ത് 24 മണിക്കൂറിൽ ഒരു ദിവസം പ്രതിദിനം 5ഉം 6ഉം അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു നടപടിയും അതിന്റെ ഭാഗമായി കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. ആ പള്ളിയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്പലങ്ങളും എല്ലാ വിശ്വാസികളുടെയും കേന്ദ്രമാണ് എന്നതിൽ തന്നെ ആ പള്ളി അവിടെ ഒരു സ്ഥലം വിട്ടു നൽകുകയും ആ വിട്ടു നൽകിയ സ്ഥലത്ത് ചെർപ്പുളശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് പോലും ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് തയ്യാറാകാൻ ഇതുവരെ KSTP അധികൃതർ തയ്യാറായിട്ടില്ല. 4 മാസമായി ആ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു കോൺക്രീറ്റ് ഇടാനോ ഇത് പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഞങ്ങൾ വഴി ആവശ്യപ്പെട്ടതാണ്, ആ സ്ഥലം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഈ രീതിയിൽ സ്ഥലം വിട്ടുതരാൻ അവിടുത്തെ പള്ളിയോ അല്ലെങ്കിൽ അമ്പലമോ അല്ലെങ്കിൽ നാട്ടുകാരോ തയ്യാറാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള അവസരവാദമാണ് ഇപ്പോൾ അവർ മറുപടിയായി പറയുന്നത്. എന്നാൽ ഇപ്പോ എല്ലാ നാട്ടിലും മുൻപ് ഈ നാട്ടിലുണ്ടായിരുന്ന റോഡ് എങ്ങനെയായിരുന്നു നല്ലൊരു അനുഭവമുണ്ട്. ഇവിടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവ തൊട്ടടുത്ത അംസാജി പറക്കാടനുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലൂടെ കടന്നു പോകുന്ന ആ ഒരു കൊടും വളവ് മുൻപ് ഇവിടെ ചെർപ്പശ്ശേരി പാലക്കാട് റോഡായിരുന്ന സമയത്ത് അവിടെ അപകട വളവ് എന്ന് പറയുന്ന ഒരു സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ സൗകര്യങ്ങൾ കൂടി കോടിക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു നൽകി ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി നൽകിയപ്പോൾ അവിടെ ഒരു അപകട സൂചനാ ബോർഡ് പോലും അവിടെ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിക്കാൻ ഇവിടുത്തെ റോഡിന്റെ ട്രാൻസ്പോർട്ട് അതോറിറ്റി തയ്യാറായിട്ടില്ല, KSTP തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ വെക്കാത്ത സ്ഥലങ്ങളിൽ ഇവിടെ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിൽ തട്ടിയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ശീർഷപുരത്തെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ
അതിദാരുണമായി ആ റോഡിൽ ജീവൻ പൊലിഞ്ഞു വീണത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ VP സമീജ്, MR രാജേഷ്, കൗൺസിലർമാരായ ഷീജ, സുഹ്രാബി, മുഹമ്മദ് ഹാരിസ് എന്നിവരും സമീപവാസികളും ജനകീയ സമരത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നജാത്ത് കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചു. റാങ്കിങ്ങിന് വഴങ്ങാത്തതാണ് ആക്രമണ കാരണമെന്ന് വിദ്യാർത്ഥി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കയ്യിനും തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ ആറ്റാശ്ശേരി കരിപ്പമണ്ണ സ്വദേശി 19-കാരൻ മുഹമ്മദ് നഫീഖ് ആശുപത്രിയിൽ ചികിത്സ തേടി. ദാറുന്നജാത്ത് ഹൈസ്കൂളിന് മുന്നിൽ വ്യാഴാഴ്ച വൈകുന്നേരം കോളേജ് വിട്ട നേരത്താണ് ആക്രമണമുണ്ടായത്. നാട്ടുകാർ ഇടപെട്ടതോടെ വിദ്യാർത്ഥികൾ ഓടിമറിഞ്ഞു. റാഗിങ്ങിന് വഴങ്ങാത്തതാണ് ആക്രമണ കാരണമെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. സംഭവത്തിൽ നഫീഖിന്റെ പിതാവ് നാസർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. CCN മണ്ണാർക്കാട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ റാലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലായ, ചളവറ, തൃക്കടീരി, വെളിനേടി പഞ്ചായത്തുകളിലൂടെ റാലി പര്യടനം നടത്തി. പോലീസിലും അതുപോലെ എക്സൈസിലും ഒക്കെ ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. അത് മിക്കവാറും പരിശോധിക്കാനുള്ള ഒരു പുതിയ തീരുമാനം, അതായത് ഒരു പ്രത്യേകമായ ആപ്പ്. ഇവർ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാനും ഇതെല്ലാം മാച്ചു കളയാനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ തെളിവ് നശിപ്പിക്കാനും ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലീസ് സേന ഉപയോഗിക്കുന്ന ഫോണ് ട്രാക്ക് ചെയ്യാനും അതിനൊരു പ്രത്യേക ആപ്പും ഇതിന് ചുമതലപ്പെട്ട ആളുകൾ അതിൽ വെള്ളം കലർത്തുണ്ടോ എന്ന് പരിശോധിക്കാനും കൂടെ പുതിയ സംവിധാനം വരുന്നുണ്ട് എന്നുകൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ക്യാമറയ്ക്ക് മുമ്പിലാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പൊതുസമൂഹം അറിയുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കൂടുതൽ ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇതെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള പുതിയ ഒരു സംവിധാനം സർക്കാർ ആലോചിക്കുന്നുണ്ട്. അല്ലാതെ ഇവരെ അമർച്ച ചെയ്യാൻ കഴിയില്ല. ഒരുപാട് വെല്ലുവിളി ഭീഷണിയൊക്കെ ഇവരുടെ ഭാഗത്തുണ്ടാവും. ചെർപ്പുളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഉദ്ഘാടന പരിപാടി നടന്നത്. ചെർപ്പുളശ്ശേരി SHO PK കവിരാജൻ അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ ബിൻഷാദ് അലി സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്നുകൾ മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും കേരള സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ ഒരു തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, കൗൺസിലർ KM ഇസ്ഹാഖ്, VP സമീജ്, KA ഹമീദ്, T ഹരിശങ്കർ, മീര നൌഫൽ, സുമിത്ര വിനോദ് എന്നിവരും പങ്കെടുത്തു. സബ് ഇൻസ്പെക്ടർ V ജയൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ചെർപ്പുളശ്ശേരി CCST കോളേജ്, ഐഡിയൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും നടന്നു.
പേങ്ങാട്ടിരി, ചളവറ, തൃക്കിടിരി, വെള്ളിനേഴി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയോടെ റാലി സമാപിച്ചു. CCN ചെർപ്പുളശ്ശേരി. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ സ്നേഹാഭിവാദ്യം അർപ്പിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. ചെത്തല്ലൂർ പൂവത്താണി റോഡിൽ കാവുവട്ടത്ത് റോഡിൽ സ്ഥാപിച്ചിരുന്ന 15 അടിയോളം ഉയരമുള്ള വലിയ ഫ്ലക്സ് ബോർഡാണ് രാത്രിയിൽ കീറി നശിപ്പിച്ചത്. രാത്രി 11:30 ശേഷമാണ് സംഭവം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. സമീപത്തെ കടകളെല്ലാം രാത്രി 11 മണിവരെ തുറന്നു പ്രവർത്തിച്ചിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവമറിഞ്ഞ് തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ CIക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സന്ദീപ് വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നിരവധിയായ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുൽസിതമായ ഹീനപ്രവർത്തികൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആയതിനു ശേഷം അത് ഒന്നുകൂടി മൂർച്ഛിതമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിലും നാട്ടിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ നിയമം എല്ലാ കാലത്തും പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സന്ദീപ് വാര്യർ ജീവിക്കുന്നത് ബോർഡുകളിലല്ല ജനങ്ങളുടെ മനസ്സിലാണ് ജീവിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം ഇത്തരം തിരിച്ചടികൾ നൽകാൻ ഞങ്ങൾക്ക് ഇരുട്ടിൻ്റെ മറവ് ആവശ്യമില്ല. പകൽ വെളിച്ചത്തിലും ഇതിനുള്ള തിരിച്ചടികൾ ഞങ്ങൾ നൽകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് CIയെ വിളിച്ച് വിവരം അറിഞ്ഞിട്ടുണ്ട്. രേഖാമൂലമുള്ള പരാതി ഞങ്ങൾ പോയി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. CCN ചെത്തല്ലൂർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തച്ചനാട്ടുകര നാട്ടുകൽ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. നാട്ടുകൽ മുരിങ്ങാക്കോടൻ വീട്ടിൽ റാഷിദാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ ക്രമസമാധാന നില തകർക്കുന്ന രീതിയിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ 6 മാസ കാലയളവിലേക്ക് തൃശൂർ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് തടവ് ശിക്ഷയ്ക്കായി അയച്ചു. CCN ചെത്തല്ലൂർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 101ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി സമസ്ത സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രസകളിൽ നടന്നുവരുന്ന സ്റ്റുഡൻസ് അസംബ്ലി മാരായമംഗലം തച്ചങ്ങാട് മിഫ്താഹുൽ ഉലൂം സുന്നി സെക്കൻഡറി മദ്രസയിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ മുഷാവറ അംഗം CKM ദാരിമി ചടങ്ങിൽ പതാക ഉയർത്തി. ഉമർ സഖാഫി മാവുണ്ടരി സന്ദേശ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ചെർപ്പുളശ്ശേരി സോൺ സെക്രട്ടറി മുഹമ്മദ് മുസ്ലിയാർ, ഹസൻ അൻവരി, യൂസഫ് സൈദി, ഷുക്കൂർ സൈദി, ഷഹീൽ സഖാഫി എന്നിവർ സംസാരിച്ചു. SBS സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ടീം സോങ് ആലപിച്ചു. മദ്രസ പ്രസിഡന്റ് C കുഞ്ഞാപ്പ, KP മുഹമ്മദ് കുട്ടി, ഹംസ അഷ്റഫി, SSF ഡിവിഷൻ സെക്രട്ടറി അനീസ് റഹ്മാൻ, MK ജംഷീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പൊട്ടച്ചിറ പൊന്മുഖം ശിവക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിച്ച കുളപ്പുരയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കമല കോവിലമ്മയും കുടുംബവും ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് കുളപ്പുര ക്ഷേത്രത്തിനായി സമർപ്പിച്ചത്. ചടങ്ങിൽ കുളപ്പുര സമർപ്പണം നടത്തിയ കമല കോവിലമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം കോഴിക്കോട് ദേശീയപാതയിൽ മലപ്പുറത്തിനും പനങ്ങാങ്ങരയ്ക്കും ഇടയിൽ വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു.
അപകടത്തെ തുടർന്ന് കാറിൽ കുടുങ്ങിയവരെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പുറത്തെടുത്തു. പരിക്കേറ്റ എല്ലാവരെയും ഉടൻ തന്നെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. CCN മലപ്പുറം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ അനങ്ങനടി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഫാൻസ് ഷോ. ഇവർക്കൊപ്പം അധ്യാപകരും കൂടി ചേർന്നതോടെ ആഘോഷം ഇരട്ടിയായി. ഓരോ ഫാൻസുകാരുടെയും പ്രത്യേക ഡാൻസുകളും ഉണ്ടായിരുന്നു. അനങ്ങൻമലയുടെ താഴ്വാരത്തെ സ്കൂൾ അങ്കണത്തിൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും ജേഴ്സി അണിഞ്ഞ് പാട്ടും നൃത്തവുമായാണ് ഫാൻ ഷോ നടത്തിയത്. ഇവർക്കൊപ്പം അധ്യാപകരും കൂടി ചേർന്നതോടെ ആഘോഷം ഇരട്ടിയായി. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകൾക്ക് പുറമെ ലോകകപ്പിലെ പ്രധാന ടീമുകളിലെ കളിക്കാരെയെല്ലാം ഉൾപ്പെടുത്തിയും സ്കൂളിൽ ഫ്ലക്സുകൾ ഉയർത്തി. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ജേഴ്സികൾ അണിഞ്ഞും പതാകകളും ബോർഡുകളുമായാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ഓരോ ഫാൻസുകാരുടെയും പ്രത്യേക ഡാൻസുകളും ഉണ്ടായിരുന്നു. കായികാധ്യാപകൻ KT മുഹമ്മദ് സഹൽ, പ്രധാന അധ്യാപിക B ശ്രീജ, CA സൽമാൻ ഹുസൻ തുടങ്ങിയവർ ഷോയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജർമ്മനി ഫാൻസുകാരുടെ വെടിക്കെട്ടും നടന്നു. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂർ തൂതപാതയിലെ തുടർച്ചയായ അപകടം. റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധം. മാങ്ങോടിനും കച്ചേരിക്കുന്നിനുമിടയിൽ 2 ആഴ്ചക്കിടെ നഷ്ടമായത് 4 ജീവനുകൾ. മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ റാഗിംഗ്. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി പോലീസ്. ചെർപ്പശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ റാലി VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.